ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഞാൻ ഇന്നുണ്ടാക്കുന്നത് പാലക്കാടിൻ്റെ ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് കേട്ടോ. തുവരമണി പുളി, തുവരമണി മുളകുഷിയും ഉണ്ടാക്കും. ഇത് തുവരമണി പുളി, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇഷ്ടമാവും നിങ്ങൾക്ക്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്തിരി തുവരമണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം കഷ്ടിച്ചൊരു കപ്പോളം ഉണ്ടത്. അപ്പോൾ നമുക്കിത് ഒന്നുണ്ടാക്കി നോക്കാം. വരും. ഇതിന് വേണ്ടി ഞാൻ ഈ തുവരമണി നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കുക്കറിൽ ഒരു 3 വിസിൽ കൊടുത്തു ഞാനിതിന്. അപ്പോൾ തുവരമണി വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പുളിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പുളി വെള്ളത്തിലിടാം. ഒരു നെല്ലിക്കയുടെ അളവിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു വലിയ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 2 സ്പൂൺ, വലിയ 2 സ്പൂൺ തേങ്ങ കൂടി എടുക്കുന്നുണ്ട്. അധികം വേണ്ട, ഒരുപാട് കൊഴുവൊഴുന്ന് വേണ്ടല്ലോ. അപ്പോൾ ഇത്രയും തുവരമണിയല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഒരു 4 മണി ജീരകം കൂടി ഇതിലേക്ക് വേണം. ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പച്ചരിയിൽ ഇത് വെറുതെ നന്നായി ചൂടായ ഒരു ചീഞ്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് തേങ്ങയും ജീരകവും കൂടി ചേർത്തി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരണം. എന്നിട്ട് നമുക്കത് ഈ തേങ്ങയും ജീരകം ചേർത്തിയില്ലേ അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇത് അരയ്ക്കുമ്പോൾ 2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്തിയിട്ട് അരയ്ക്കാം കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇത് തരിപിരുന്ന നല്ല വെണ്ണ പോലെ അരച്ചോളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്ത് രസമല്ലേ ഈ പേര് കേൾക്കാൻ, തുവരമണിന്ന്. എൻ്റെ വീട്ടിൽ പണ്ട് തൊടിയിൽ 1-2 ചെടി ഇത് എപ്പോഴും ഉണ്ടാവും ഈ സീസണിൽ. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൂട്ടാനിലും ഈ തുവരമണി ഇടും, എല്ലാ ഉപ്പേരിയിലും ഇടും. എന്തോ അതിന് സങ്കടം വരണ്ടെന്ന് വിചാരിച്ച മാതിരി എല്ലാത്തിലും ഇടും തുവരമണി. സങ്കടം വരാതിരിക്കാനല്ല കേട്ടോ, അതിന് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ തുവരമണി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ഒരു ചട്ടിയിലേക്ക് മാറ്റി 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. അതൊന്ന് ആ പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ആ പുളിയുടെയും പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് തേങ്ങ കൂടി അരച്ചത് ചേർക്കണം. ഇവിടെ മഹാരാഷ്ട്രയിലും ഈ സീസണിൽ ഇത് കിട്ടും. അവർ പല ഡിഷും ഇതുകൊണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇത് വെറുതെ എണ്ണ ചൂടാക്കിയിട്ട് ഇത് തോലോടുകൂടി തന്നെ അതിലിടും. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് അവർ ഇത് കഴിക്കും. നല്ല ടേസ്റ്റാണതും. തണുപ്പ് കാലത്ത് നല്ല ടൈം പാസ്സാണ് ഇതിങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ നമ്മളുടെ പുളി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തി കൊടുത്ത് 2-3 കറിവേപ്പില ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നോട്ടെ. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്കുള്ള അനുസരിച്ച് അതൊന്ന് തിളച്ചോട്ടെ. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കറിക്ക് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ ഞാനിവിടെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ. എനിക്ക് വെളുത്തുള്ളി മൂപ്പിക്കണ മണം നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉലുവ വേണം, കടുക് വേണം, ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടി വേണം. ഇത് ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ വറുത്തിടാം. വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഞാൻ അതിലേക്ക് ആ ഉലുവയും കടുകും അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തി കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കറിയിലേക്ക് അത് കൊട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി. ഇത് നല്ല ചൂട് ചോറും ഈ കറിയും നല്ല കട്ട തൈരും പിന്നെ ഏതെങ്കിലും മെഴുക്ക് വരട്ടി, കൂർക്ക മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നമുക്ക് തോന്നും കുറച്ചും കൂടി ചോറുണ്ടാലോ എന്ന്. ഡയറ്റിങ്ങൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. നല്ല ഈസിയാണ്. അപ്പോൾ ഈ തുവരമണി കിട്ടുമ്പോൾ നിങ്ങളിത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്താണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കറിയും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം. ഈ വീഡിയോ ഇഷ്ടമായോ എന്നും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ കറി ഉണ്ടാക്കാറുണ്ടോ എന്നും പറയണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കില്ലോ അല്ലേ. ബൈ.